ഹലോ അസ്സാം വലൈക്കും. ജസ്റ്റ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറിയൊരു പീസ് ഉള്ളി ഇട്ടിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല, ഉരുളക്കിഴങ്ങ് മസാലൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയെങ്കിലായിട്ട് ഭക്ഷണത്തിൽ വെജിറ്റബിൾ കൊടുക്കണം നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ സാമ്പാറോ അല്ലെങ്കിൽ വെജ് കുറുമ എന്തെങ്കിലും വെച്ചാൽ വെജിറ്റബിളിൻ്റെ പീസസ് കഴിക്കാൻ കുട്ടികൾക്ക് പൊതുവേ മടിയാണെന്നല്ലേ കാണൽ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ. ഇത് ചോറിൻ്റെ മാത്രം സൈഡ് ഡിഷാണ് കേട്ടോ. ഞാൻ വെറുതെ എല്ലാ റെസിപ്പിയിലും പറയുന്ന പോലെ ചോറിനും ചപ്പാത്തിക്കും എല്ലാം മാച്ച് ആവുന്നൊന്നും പറയുന്നില്ല. ചോറിന് കഴിച്ചാൽ ഇത് മാക്സിമം മാച്ച് ആവും. പിന്നെ അത്യാവശ്യക്കാരാണെങ്കിലും മാത്രം പത്തലിനോ ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിനു വേണമെങ്കിൽ കഴിക്കാം. സിമ്പിളാണ് സംഭവം. ഇത് ഉരുളക്കിഴങ്ങും ക്യാരറ്റിലും ഒന്ന് നേരിയതായിട്ട് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മോഡലിൽ മുറിച്ചെടുത്താൽ കുട്ടികൾ കുറച്ചും കൂടി അതൊരു ഇഷ്ടത്തോടെ കഴിക്കുമെന്ന് എൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 3.5 മിനിറ്റിൻ്റെ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഞാൻ തമ്പനയിലിൽ കാണിച്ച ആ ഒരു സൂത്രം പറഞ്ഞുതരാം. അതായത് കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തത് നമ്മളെല്ലാവരും പ്രശ്നമാണ്. ഞാനടക്കമുള്ള എല്ലാവരും പ്രശ്നമാണ്. ഒരുവിധം പാരൻസ് എല്ലാം മൊബൈൽ അഡിക്ഷൻ എത്ര മോശമാണെന്ന് പറഞ്ഞാലും മൊബൈൽ കൊടുത്താൽ മാത്രം ഫുഡ് കഴിക്കുന്ന കുട്ടികളുണ്ട്. എന്തെങ്കിലും കുട്ടികളെ കഴിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് റിസ്ക് എടുത്ത് എത്ര വെറൈറ്റി ഉണ്ടാക്കിയാലും കുട്ടികൾ കഴിക്കാനും മുഖം തിരിച്ച് പോകുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനത്തെ ആക്കുള്ള ജസ്റ്റ് ചെറിയൊരു ടിപ്പ് എൻ്റെതായിട്ടുള്ളൊരു ഐഡിയയിൽ തോന്നിയതാണ്. അല്ലാണ്ട് ഭയങ്കര ഇൻ്റർനാഷണൽ ടിപ്പൊന്നുമല്ല കേട്ടോ. സംഭവം ഒന്നുമില്ല. നമ്മൾ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത് എടുത്തിട്ട് അവരെ ഫ്രണ്ടിൽ കൊണ്ടുപോകാം. ഒരിക്കലും തിന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാണ്ട് അതും കൊണ്ടൊരു സൈഡിലിരുന്നിട്ട് ഇത് 2 പീസേ ഉള്ളൂ, ഇതൊരു പീസേ ഉള്ളൂ, മോൾ ഇത് ചോദിച്ചൊക്കെയല്ലേ, മോൻ ഇത് ചോദിച്ചൊക്കെയല്ലേ എന്ന് പറഞ്ഞു നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി അവരത് വാങ്ങി കഴിക്കും. അതങ്ങനെയെന്നല്ല, നമ്മൾ മനുഷ്യന്മാരല്ലേ. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്തേക്ക് നോക്കിയൊക്കെയല്ല, അല്ലെങ്കിൽ ഈ ടൈമിൽ എന്നെ വിളിച്ചൊക്കെയല്ല എന്ന് പറയുമ്പോൾ ആ സമയത്ത് അത് ചെയ്യാൻ പ്രത്യേകിച്ചൊരു തരം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഏറെക്കുറെ കുട്ടികൾക്കോട്ടെ. ഞാനിത് കുറേ തവണ പരീക്ഷിച്ച് നോക്കിയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അവരെങ്ങനെയും കഴിക്കുന്നില്ല എന്നുണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ആ ഒരു ഭക്ഷണം എടുത്തിട്ട് അതെന്താകട്ടെ, സ്നാക്സ് ആകട്ടെ, ചോറാകട്ടെ, ചപ്പാത്തി ആകട്ടെ, പത്തിരി ആകട്ടെ, എന്ത് സാധനമായാലും അതെടുത്തിട്ട് ഒരു സൈഡിൽ പോയി ഇരുന്നിട്ട് വാവ് എന്താ ടേസ്റ്റ്, ഇത് മോള് ചോദിച്ചൊക്കെയല്ലേ, ഇത് കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് കഴിച്ച് നോക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. 1-2 തവണ അവരെ മുമ്പിൽ നിന്ന് തന്നെ ഭയങ്കര ടേസ്റ്റ്, മോനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കലി തോന്നും ഇതെന്നാൽ നമുക്കൊന്ന് കഴിച്ചു നോക്കണം. 2 എണ്ണയിൽ വന്നാൽ പിന്നെ ആ 2 എണ്ണം നമുക്ക് തന്നെ വേണം എന്നുള്ളൊരു ചിന്ത വന്നാൽ ഓട്ടോമാറ്റിക്കലി കുറച്ചെങ്കിലും കഴിക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഒരു വിശ്വാസം ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞതാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. അപ്പോൾ പറഞ്ഞ് റെസിപ്പി എവിടെ എത്തി. ജസ്റ്റ് ഓയിൽ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് ഈ നീളത്തിലിരുന്ന സാധനങ്ങൾ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുട്ടികൾക്കാക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇടാം. പിന്നെ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അത് നല്ലൊരു ഫ്ലേവറാണ്. ഇത്രയും പൊടികൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പം നല്ലോണം വെന്തിട്ട് ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലായി പോകും. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ ആയിട്ട് ഏകദേശം അത് വെന്തെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കുക. ജസ്റ്റ് ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ചോറും നല്ല ബീഫ് കറി, പപ്പടം, അച്ചാർ, തൈര്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ മക്കളിങ്ങനെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങെങ്കിലും നല്ല ഇഷ്ടത്തോടെ തിന്നുന്ന കാണണമെങ്കിൽ ഇങ്ങനത്തെ ഒരു റെസിപ്പി ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ ടിപ്പും കൂടി പരീക്ഷിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടവരെല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോ സെറ്റ് ആയതിനു ശേഷം വീണ്ടും വരാം.